പ്രിയപ്പെട്ടവരെ, പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നെക്കുറിച്ച്. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ മഹാവിപ്ലവ പാർട്ടിയോട് വലിയ പുച്ഛവും പരിഹാസവും ഉള്ള ആളാണ്. അതിൻ്റെ നേതാക്കന്മാരെ ആരെയും തന്നെ പുല്ലോളം വകവെക്കാത്ത ആളാണ് എന്നും. അവരൊക്കെ തന്നെ വിപ്ലവ പ്രവർത്തനത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സംഭാവനകൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ആളാണ് എന്നും. സത്യത്തിൽ അതൊന്നും ശരിയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയോടും അതിൻ്റെ നേതാക്കന്മാരോടും, പ്രത്യേകിച്ച് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവുമുണ്ട്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയാം. ഇവിടെ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കരിമണൽ കർത്താവിൻ്റെ നിന്ന് കാശ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സ്തോഭജനകമായ ഒരുപാട് വാർത്തകൾ പല പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളൊക്കെ വന്ന് നിങ്ങൾ കണ്ടു കാണും. കരിമണൽ കർത്താവിൻ്റെ നിന്ന് കാശ് വാങ്ങിക്കാത്തവരായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. VM സുധീരൻ വാങ്ങിയിട്ടില്ല, ഒരു പക്ഷേ മാത്യു കുഴൽനാടനും വാങ്ങിയിട്ടില്ല എന്നുള്ള ഒഴിച്ചാൽ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും ഒക്കെ നേതാക്കന്മാർ പണം വാങ്ങിയിട്ട് ആ പണം വാങ്ങിയ ആളുകളുടെയൊക്കെ പേര് വരാൻ കൃത്യമായിട്ട് കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് തന്നെ. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ മുൻ സന്ദർഭങ്ങളിൽ കണ്ടുള്ളതാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ വീണയുടെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, വീണയ്ക്ക് മാസാമാസം കൃത്യമായ ഒരു തുക കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് സത്യവുമാണ്. വീണയുടെ എക്സാലോജിക്കിന് മാസാമാസം 3 ലക്ഷം രൂപ വീതം, വീണയ്ക്ക് പോക്കറ്റ് മണിയായിട്ട് മാസാമാസം 5 ലക്ഷം രൂപ വീതം കൊടുത്തു. ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിക്കാണാൻ സാധ്യതയില്ല. കമ്പനിക്ക് 3 ലക്ഷം, കമ്പനിയുടെ ഉടമസ്ഥയ്ക്ക് 5 ലക്ഷം. അങ്ങനെയായിരുന്നു പേയ്മെൻറ്റിൻ്റെ ഒരു രീതി. ഇത് പിന്നീട് വേറെ ചില കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കണ്ടുപിടിക്കുകയും റിപ്പോർട്ടാക്കി. വീണ പ്രത്യേകിച്ച് യാതൊരു സേവനവും ഈ CMRL ചെയ്തിരുന്നില്ല എന്ന പരമയാഥാർത്ഥ്യവും പുറത്തു വന്നു. അതുമൊക്കെ സത്യമാണ്. പ്രത്യേകിച്ച് യാതൊരു സേവനവും വീണയിൽ നിന്ന്, അല്ലെങ്കിൽ വീണയുടെ കമ്പനിയിൽ നിന്ന് CMRL കിട്ടിയിരുന്നില്ല. ശശിധരൻ കർത്ത എന്ന് പറഞ്ഞ ഹൃദയാലുവായ ഒരു വ്യവസായി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം പണമുള്ളതുകൊണ്ട് ഒരു 3 ലക്ഷം രൂപ വീതം മാസാമാസം എക്സാലോജിക്കിന് കൊടുത്തു. 5 ലക്ഷം രൂപ വീതം വീണയ്ക്കും കൊടുത്തു. വീണ ഒരു ചെറുപ്പക്കാരിയല്ലേ, അവരുടേതായ ആവശ്യങ്ങളുണ്ടാവുമല്ലോ. ലിപ്സ്റ്റിക്ക് വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ മുഖത്ത് ക്രീം പുരട്ടട്ടെ, പുതിയ പുതിയ ഫാഷനിലുള്ള ചുരിദാറും കമ്മീസും വാങ്ങിക്കട്ടെ, ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിദേശയാത്ര നടത്തട്ടെ. അതിനൊക്കെ ശശിധരൻ്റെ അങ്കിളല്ലാതെ ആരെ സഹായിക്കാം? മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ബക്കറ്റ് നടത്തി കൊടുക്കും, അല്ലെങ്കിൽ DYFIയുടെ 5 ലക്ഷം ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കും. ഒറ്റ പൈസ കൊടുക്കില്ല, ഒറ്റ നയാ പൈസ കൊടുക്കില്ല. പിണറായി വിജയനാണെങ്കിൽ യാതൊരു അഴിമതിയും ചെയ്യാത്ത ആളാണ്. അദ്ദേഹത്തിന് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റും? അതും പറ്റില്ല. കമല ടീച്ചർക്കാണെങ്കിൽ തുച്ഛമായ പെൻഷൻ മാത്രമാണ് ഉള്ളത്. അതിൽ തന്നെ DCRG കിട്ടിയ പൈസ കൊണ്ടാണ് വീണ ബാംഗ്ലൂർ പോയി എക്സാലോജിക്ക് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. പിന്നെ വിവേകിന് ദുബായിലോ മറ്റോ എന്തോ ചെറിയ ജോലിയുണ്ട്, അതുകൊണ്ട് ആ കുടുംബം കഷ്ടിച്ച് പോകുന്നു, കഞ്ഞി കുടിച്ച് കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ അങ്ങനെ കുടുംബത്തിന് വലിയ സ്വത്തുള്ള ആളല്ല. അല്ലെങ്കിൽ കണ്ടമാനം തുക സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിച്ച ആളല്ല. വീണയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ആദ്യത്തെ വിവാഹം ഒഴിഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുമ്പോഴാണ് സഖാവ് മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചത്. അങ്ങനെ തട്ടിമുട്ടി അനുഷ്ഠിച്ച് പോകുന്ന ഒരു കുടുംബമാണ്. അവിടെ പാവപ്പെട്ട ശശിധരൻ കർത്ത ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്തു. അത് ഇത്ര വലിയ വിഷയമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതിനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാർ വന്ന് വീട് വളയുന്നു, പരിശോധന നടത്തുന്നു. അതൊക്കെ പോട്ടെ നോക്കാം. പിണറായി വിജയൻ താമസിക്കുന്ന വീട്, അല്ലെങ്കിൽ വീണ താമസിക്കുന്ന വീട് എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് ചെയ്തതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ആ പാവപ്പെട്ട മുഹമ്മദ് റിയാസിനെ എന്തിന് ബലിയാടാക്കുന്നു? ഞാൻ ചോദിക്കുന്നതാണ്. റിയാസിനെ പോലെ സുന്ദരനും സൽസ്വഭാവിയും ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാവി വാഗ്ദാനവുമായ ഒരു ചെറുപ്പക്കാരൻ്റെ വീട് അയാൾ താമസിക്കുന്ന വീടല്ല. അയാളുടെ വൃദ്ധരായ മാതാപിതാക്കൾ താമസിക്കുന്ന കോഴിക്കോട്ടെ വീട് ഈ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്ത് അതേ ദിവസം റെയ്ഡ് ചെയ്തു. അതേ ഒരു റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണ്, അവിഹിതമായിട്ട് പണം ഉണ്ടാക്കിയ ആളല്ല. മുഹമ്മദ് റിയാസാണെങ്കിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയ്ക്കുള്ള വരുമാനം മാത്രമേ ഉള്ളൂ. അത് തന്നെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ചിലവാകും. അങ്ങനെ റിയാസിൻ്റെ വീട് റെയ്ഡ് ചെയ്തു, അവിടെ കൊണ്ട് തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചു. ഇല്ല, കോഴിക്കോട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർ, കോളേജിൽ പഠിച്ചവർ,
പിന്നെ ഡിവൈഎഫ്ഐയിൽ സഹപ്രവർത്തകരായിരുന്നവർ, സഹഭാരവാഹികളായിരുന്നവർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ഇവരുടെയൊക്കെ വീട് എൻഫോഴ്സ്മെൻറ്റ് റെഡിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അപമാനിക്കാനും അപരാധിക്കാനും വേണ്ടിയിട്ടാണ്. യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഡബിൾ എ റഹീമിൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ എം സ്വരാജിൻ്റെ അല്ലെങ്കിൽ എൻ ഷംസീറിൻ്റെ വീട് എൻഫോഴ്സ്മെൻറ്റ് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് റിയാസിൻ്റെ വീട് അല്ലെങ്കിൽ റിയാസിൻ്റെ പരിചയക്കാരൻ്റെ വീട് മാത്രം റെഡി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അത് റിയാസ് പോലും പറഞ്ഞില്ല. റിയാസ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കുന്നു, എൻ്റെ സഹപാഠികളെ ബുദ്ധിമുട്ടിക്കുന്നു, എൻ്റെ പരിചയക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു, എല്ലാവരും എൻഫോഴ്സ്മെൻറ്റ് വീട് റെഡി ചെയ്യുന്നു, ഉപ്പ് ചേർട്ടവരെ തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നു, ബാങ്കിലുള്ള രേഖകൾ പരിശോധിക്കുന്നു, സേഫിൽ വെച്ചിട്ടുള്ള രേഖകൾ പരിശോധിക്കുന്നു, അലമാരി തുറന്ന് പരിശോധിക്കുന്നു, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. അത് ഈ ഓണം അടുത്ത സമയത്ത് നാനാജാതി മതസ്ഥരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ എൻഫോഴ്സ്മെൻറ്റുകാർ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് റിയാസ് പറഞ്ഞു. സത്യത്തിൽ എന്താണ് റിയാസിനെ, എന്തുകൊണ്ടാണ് റിയാസിനെ തന്നെ ഇവർ പിൻ പോയിൻ്റ് ചെയ്തത്? പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ടാണോ? അല്ല, സത്യത്തിൽ അതല്ല കാരണം. ഇത് കേൾക്കുന്നവർ വിചാരിക്കും അങ്ങനെയാണ്. എന്താണ്, വീണ തൈക്കണ്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് റിയാസിൻ്റെ നേരെ പ്രതികാര നടപടി. അല്ല, ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാവി നായകൻ പിണറായി സഖാവിൻ്റെ കണ്ണടഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് വരേണ്ടവരാണ്. അത് സഖാവ് മുഹമ്മദ് റിയാസാണ്, അല്ലാതെ എൻ ഷംസീറല്ല, ഡബിൾ എ റഹീമല്ല, എം സ്വരാജല്ല. എന്താണ്, ആനത്തലവട്ടം പുള്ളി മരിച്ചുപോയി, സോറി, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനല്ല, അതുപോലുള്ള മറ്റ് ഡൂക്കളി നേതാക്കന്മാരല്ല. അവരൊക്കെ ഇങ്ങനെ വരും പോകും, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാവി നായകൻ, ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആശയം ആവേശവുമായിട്ടുള്ള നേതാവ് സഖാവ് മുഹമ്മദ് റിയാസ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി തകർക്കുക, അയാൾ സി പി എമ്മിൻ്റെ അത്യുന്നത നേതാവായിട്ട് വളരുന്നതിന് തുരങ്കം വയ്ക്കുക. പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് അസൂയാലുക്കളുണ്ട്, ഇടതു മുന്നണിയിൽ വേറെയുമുണ്ട്, കോൺഗ്രസിലും ലീഗിലും ഒട്ടനവധി പേര് വേറെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന റിയാസിൻ്റെ പതനമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ വിട്ട് റിയാസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഡിവൈഎഫ്ഐ, എസ്എഫ്ഐയും അടക്കമുള്ള സകല വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും സംഘടനകളും നേതാക്കളും എല്ലാവരും റിയാസിൻ്റെ പിന്നിൽ അണിനിരക്കണം. ആ ചെറുപ്പക്കാരനെ നമുക്ക് ഇന്ത്യയുടെ ഭാവി എന്താണ് ഭാഗ്യവിധാതാവായിട്ട് ആവശ്യമുണ്ട്. ചെങ്കോട്ടയിലും ചെങ്കൊടി മാറും, മുഹമ്മദ് റിയാസ് ഇന്ത്യ ഭരിക്കും. അങ്ങനെ ഒരു ദിവസം വരികയുണ്ട്. അതുകൊണ്ട് ഈ ഇ ഡി റെയ്ഡ് കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പ്രശ്നം ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. ലാൽ സലാം.